السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 192. عن أبي ذر رضي الله عنه قال قيل لرسول الله صلى الله عليه وسلم أرأيت الرجل الذي يعمل العمل من الخير ويحمده الناس عليه قال تلك عاجل بشرى المؤمن. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അറഅയ്തർ റജുല, നബിയെ ഒരാളെ കുറിച്ച് തങ്ങൾ എന്തു പറയുന്നു, അയാളെ കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലദി, എങ്ങനെയുള്ള മനുഷ്യനാണ്? യഅ്മലുൽ അമല മിനൽ ഖൈർ, അദ്ദേഹം ഖൈറിൽ നിന്നുള്ള അമലുകൾ ധാരാളം ചെയ്യുന്നു, ഒരുപാട് അദ്ദേഹം നന്മകൾ ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. വയഹ്മദുഹുന്നാസു അലൈഹി, ജനങ്ങൾ അതിന്റെ മേൽ അദ്ദേഹത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. നന്മകൾ ധാരാളം ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തെ ജനങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറയുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് തങ്ങൾ എന്തു പറയുന്നു എന്ന് പറഞ്ഞാൽ, ജനങ്ങളെല്ലാവരും ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾ സംശയിക്കാറുണ്ട്. ആളുകളൊക്കെ നല്ലത് പറയുമ്പോൾ അവനത് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നത്. സത്യത്തിൽ ഇദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയോ ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടിയോ മറ്റൊന്നുമല്ല, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം അമൽ ചെയ്യുകയും അങ്ങനെ ഉഖ്റവിയായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരാൾ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുക എന്ന ലക്ഷ്യം മാത്രമുള്ള അദ്ദേഹത്തിന്റെ അമലുകളെ ജനങ്ങൾ പുകഴ്ത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് വല്ല കുറ്റവുമുണ്ടോ? ഇതാണ് ചോദ്യത്തിന്റെ ലക്ഷ്യം. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ, അത് മുഅ്മിനിന് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന സന്തോഷമാണ്. ദുനിയാവിന് മുഅ്മിനായ മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന അമലുകൾക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടും. എന്നാൽ അതിന്റെ മുമ്പ് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന ചില സന്തോഷങ്ങൾ, പ്രതിഫലങ്ങൾ, അതാണ് ഇത്തരം പുകഴ്ത്തലുകൾ. അപ്പോ ജനങ്ങൾ ചെയ്യുന്ന ആളുകൾ, മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ ജനങ്ങൾ പുകഴ്ത്തുന്നത് ഒരിക്കലും ഈ ചെയ്യുന്നവന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് തെറ്റല്ല. ആളുകൾ പുകഴ്ത്തുന്നവർ പുകഴ്ത്തട്ടെ. പക്ഷെ ഈ അമൽ ചെയ്യുന്നവൻ ജനങ്ങളുടെ പുകഴ്ത്തലുകൾ കാംക്ഷിച്ചുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ ആകരുത് അമലുകൾ ചെയ്യുന്നത്. അത് ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ജനങ്ങൾ പുകഴ്ത്തിയാലൊന്നും ഒരു വിരോധവുമില്ല. അതുകൊണ്ട് നാടൊട്ടുക്കുമുള്ള ജനങ്ങൾ പുകഴ്ത്തിയാലും അത് ഈ ചെയ്യുന്നവന് ഒരു ദോഷവുമില്ല, അത് നന്മയെ ഉണ്ടാവുകയുള്ളൂ. എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങളായ ആളുകൾ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് ഈ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള കാരണവും കൂടിയാണ്. ആ മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് ഒരു മാർക്കിടാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് ചിന്തിക്കാനും ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെടാനും ഈ മുഅ്മിനീങ്ങളുടെ മദ്ഹുകൾ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെയും നമ്മെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവൻ അങ്ങനെ തന്നെയായിരിക്കും. മുഅ്മിനീങ്ങൾ ഒരാളെ കുറിച്ച് മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുമ്പോൾ ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പഴയകാലത്തൊക്കെ നമ്മുടെ പ്രായമുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, പടപ്പുകളെ പേടിക്കണമെന്ന്. ജനങ്ങൾ എന്ത് പറയുന്നു എന്നത് പേടിക്കണം, ജനങ്ങൾ എന്ത് പറയുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, മോശപ്പെട്ടത് പറയിപ്പിക്കരുത്. അല്ലാഹു തആല മുഅ്മിനീങ്ങളും മലക്കുകളും അള്ളാഹുവും നല്ലത് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.